തമിഴിന്ന് ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സി സോ എന്നാണ് സിനിമയുടെ പേര്. നമ്മുടെ നട്ടി എലിയാസ് നടരാജൻ നായകനായിട്ട് വരുന്ന സിനിമ. നായകനല്ല, അങ്ങേരാണ് കേസ് അന്വേഷിക്കാൻ വരുന്നത്. സോ ഒരു ദിവസം പെട്ടെന്ന് ഒരു വീട്ടിലെ വേലക്കാരൻ മരിച്ചു കിടക്കുന്നു. ഇത് അറിഞ്ഞിട്ട് ആൾക്കാർ പോലീസിനെ വിളിക്കുന്നു. നായകനും നായികയും കാണാതാവുന്നു. ഇത് അന്വേഷിക്കാൻ വരുന്ന നട്ടി എലിയാസ് നടരാജൻ. സോ ഈ സിനിമയിൽ നായികയും കാണിക്കാത്തതുകൊണ്ട് തന്നെ അവിടെയുള്ള വിറ്റ്നസിനൊക്കെ പിടിച്ച് ചോദ്യം ചെയ്യുമ്പോഴാണ് സിനിമയുടെ ഫ്ലാഷ് ബാക്കും തേങ്ങയും മാങ്ങയൊക്കെ പറയുന്നത്. 2.5 മണിക്കൂർ എന്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിംഗ് ആൻഡ് മിസ് എന്നൊക്കെ പറയാൻ പറ്റും. അങ്ങനത്തെ സിനിമയാണ്. സോ നമ്മുടെ ചില ക്രിക്കറ്റ് പ്ലേയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, വീശിക്കഴിഞ്ഞാൽ നല്ല കാറ്റായിരിക്കും, പക്ഷെ ഒന്നും ബാറ്റിൽ തട്ടില്ല. അതേപോലത്തെ ഒരു സിനിമയാണ് എന്തിനോ വേണ്ടി ഇറക്കിയ ഒരു പടം. സോ ഈ സിനിമയിൽ ഒരു നായകനുണ്ട്. യൂഷ്വൽ തമിഴ് സിനിമകളിൽ പോലെ തന്നെ പൊങ്കലാണ് കാണിക്കുന്നത്. അതിൽ വന്നിട്ട് ഇങ്ങേർക്ക് ഒരു ഇൻട്രൊഡക്ഷൻ സോങ് വിത്ത് ഡാൻസ്. അയ്യോ, കഞ്ഞി വെള്ളം കിട്ടില്ല അഭിനയം കണ്ടിന്. അമ്മാരി വെറുപ്പിക്കലായിരുന്നു. നായികയെ കാണുമ്പോഴേക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അത് അതിലേറെ വെറുപ്പിക്കല്. ഈ നായകൻ വന്നിട്ട് എന്തോ ബൈപ്പോളാർ ഡിസോർഡർ ഒക്കെ ഉള്ള ആളാണ്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ഇവൻ സ്വയം വീടിന്റെ ഉള്ളിൽ തീയിട്ടിട്ട് ശിവനാണ് പറഞ്ഞിട്ട് ശിവതാണ്ഡവും ഡാൻസ് ഒക്കെ കളിക്കുന്നു. ഇത് കണ്ടിട്ട് ഇവനെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിൽ പോയപ്പോ ഇവന്റെ ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുമ്പോൾ ഇവൻ സ്വപ്നം കാണുന്നത് ഭാര്യയായിട്ടുള്ള ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ. ആദ്യമായിട്ടാണ് ഒരാളെ വല്ല മെന്റൽ ഇൽനെസ് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഫസ്റ്റ് നൈറ്റ് ഒക്കെ സ്വപ്നം കാണുന്നു. പിന്നെ ആ പെണ്ണ് വരുന്നു, വീണ്ടും പെണ്ണിന്റെ വീട്ടിൽ പോയി ഡാൻസ് കളിക്കുന്നു, വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, വീണ്ടും ഫസ്റ്റ് നൈറ്റ് ഒക്കെ സ്വപ്നം കാണുന്നു. ഒരു പടോടെ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാ സിനിമയിലും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ പോലീസിനോടാ പറയാ. പോലീസ് നട്ടി പറയാണ്, ഞാൻ അന്വേഷിക്കുക, നിങ്ങളും അന്വേഷിക്കുക. എന്നാ പിന്നെ തന്റെ ആവശ്യം എന്നാ? അതാ മനസ്സിലാവാത്തത്. ഒരു പടം എടുത്ത് വെച്ചിരിക്കുക, എന്നിട്ട് ഇവന്റെ ഭാര്യ ആരെ കൊല്ലും. അപ്പൊ ഇവൻ പ്രാന്തനാണല്ലോ. ഇവന് വേണ്ടി ഭാര്യയോടൊപ്പം കുറച്ചു കാലം കൂടി ജീവിക്കാൻ വേണ്ടി ഇവന്റെ കൂട്ടുകാരൻ ഭാര്യയെ ബോഡി പോയിട്ട് എംബാം ചെയ്തിട്ട് സാരിയൊക്കെ ഉടുപ്പിച്ചു കൊടുക്കുന്നു. ഇവൻ അവരൊപ്പം പോയി കിടക്കുന്നു. ഇത് എന്തോന്നടെ എടുത്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് ഓൺലൈൻ ഗെയിമിങ്ങും പരിപാടിയൊക്കെ കൊണ്ടുവന്നിട്ട് ത്രില്ലർ എന്നുള്ള രീതിയിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ഭയങ്കര വെറുപ്പിക്കലായിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ റൊമാൻസ് അൺസൈക്കബിൾ ആണ്. ഈ ചെക്കൻ ഭയങ്കര ടോക്സിക് ആണ് എന്ന് അറിയും. എന്നിട്ട് ഈ പെണ്ണ് വന്നിട്ട് ഇവനെ വേണ്ട പറയും. പിന്നെ ഇവൻ കരഞ്ഞു കാണിക്കും, ഇവള് കൂടെ പോകും. അഗെയിൻ വീണ്ടും ഇവൻ ടോക്സിക് ആണെന്ന് അറിയും, ഇവള് പോവും. അവൻ കരഞ്ഞു കാണിക്കും, വീണ്ടും വരും. ഇതിന്റെ ഇടയിൽ ഒന്നിനും കൊള്ളാത്തൊരു നിർഗുണ പോലീസ് ഓഫീസർ ആഹാ തമിഴിൽ അവൈലബിൾ ആണ്. യൂഷ്വലി ഇങ്ങനത്തെ ചെറിയ ത്രില്ലേഴ്സ് അല്ലെങ്കിൽ നട്ടി പോലീസായിട്ട് വരുന്ന പടങ്ങളൊക്കെ നല്ല രസമായിരിക്കും. ഇതൊരു പന്ന പടം എന്ന് വേണമെങ്കിൽ പറയാം. ഡെഫിനറ്റ്ലി ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇതിനെ വന്നിട്ട് മറ്റേ രാക്ഷസിനോട് കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടു നോക്കാം. എനിക്ക് എന്തായാലും വർക്കായി.